എങ്ങനെയാണ് ഒരു കളർ ഇമേജിനെ നമുക്ക് CV2 ഓപ്പൺ CV ഉപയോഗിച്ചിട്ട് ഗ്രേ സ്കെയിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. അത് ആദ്യമായിട്ട് നമുക്ക് CV2 ഇമ്പോർട്ട് ചെയ്യുന്നു. ഇമ്പോർട്ട് CV2. അതിനുശേഷം നമുക്ക് ആ കളർ ഇമേജ് റീഡ് ചെയ്യുന്നു. img is equal to cv2.im read. അതിൻ്റെ അകത്ത് നമുക്ക് ആ ഇമേജിൻ്റെ പാത്ത് പറഞ്ഞു കൊടുക്കാം. images/inputs.jpg ഈ ഒരു ഇമേജിനെയാണ് ഞാൻ കൺവേർട്ട് ചെയ്ത് എടുക്കുന്നത്. ഇതിനെ ഇമേജ് ഇനി ആ ഇമേജ് ഷോ ചെയ്യാനായിട്ട് cv2.im show എൻ്റെ ടൈറ്റിൽ കൊടുക്കുക. കളർ ഇമേജ് ഏത് ഇമേജാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് ആ ഇമേജ് ടൈറ്റിൽ കൊടുത്തു. ഇനി cv2 ഡോട്ട് ഏതെങ്കിലും ഒരു കീ പ്രസ് ചെയ്യുന്നതിനായിട്ട് വെയിറ്റ് കീ 0 സെക്കൻഡ്സ് വെയിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യും. അതിനുശേഷം ഏതെങ്കിലും കീ പ്രസ് ചെയ്ത ശേഷം എല്ലാ വിൻഡോയും നമ്മൾ ഡിസ്ട്രോയ് ചെയ്യും. ഡിസ്ട്രോയ് ഓൾ വിൻഡോ. ഇപ്പോൾ ഇത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഇമേജ് നമുക്ക് കാണാം. ഇനി ഇതിനെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പോകുന്നത്. നമുക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് ഗ്രേ ഇമേജ് equal to cv2.cvt കളർ എന്നൊരു മെത്തേഡ് ഉണ്ട്. ഇതിൽ പാസ് ചെയ്ത് പറഞ്ഞു കൊടുക്കേണ്ടത് ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഏതാണ് ഇമേജ് വേരിയബിൾ. ഇനി അതിൻ്റെ കൺവേർട്ട് ചെയ്യേണ്ടത് എന്തിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. cv2.color_RGB ടു ഗ്രേ ആണ് നമുക്ക് കൺവേർട്ട് ചെയ്യേണ്ടത്. ഗ്രേയിലേക്ക് കൺവേർട്ട് ചെയ്ത് ആ കൺവേർട്ട് ചെയ്ത ഇമേജ് ഇപ്പോൾ ഗ്രേ ഇമേജ് എന്നുള്ള വേരിയബിൾ ഉണ്ട്. ഇനി ഇപ്പോൾ അത് ഡിസ്പ്ലേ ചെയ്യാനായിട്ട് cv2.im show ടൈറ്റിൽ കൊടുത്ത് ഗ്രേ ഇമേജ് വേരിയബിൾ ഗ്രേ ഇമേജ് നോക്കാം. അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ഇമേജ് അതിൻ്റെ കറസ്പോണ്ടിങ് ഗ്രേ ഇമേജ് ഒക്കെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇനി അതല്ല വേറൊരു വളരെ പെട്ടെന്ന് ചെയ്യാനുള്ള വേറൊരു മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് നമ്മളിത് റീഡ് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ചെയ്യാനുള്ളൊരു രീതിയുണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരു ഇമേജ് ഈ ഒരു ഭാഗത്ത് ഒരു 0 കൊടുക്കുക. 0 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ഇതേ ഇമേജിലേക്ക് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് കൺവേർട്ട് ചെയ്ത ഇമേജ് സേവ് ചെയ്യണമെങ്കിൽ നമുക്ക് IM റൈറ്റ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ സേവ് ചെയ്യാൻ പറ്റും.